മറിയത്തിന്റെ രൂപം അടുത്തു വരുമ്പോൾ ആദിത്യൻ പിൻവാങ്ങി. അവന്റെ പിന്നിൽ മേശ തട്ടി വീണു. ചായക്കപ്പ് നിലത്ത് പൊട്ടിത്തെറിച്ചു. വീട്ടിൽ പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശി. മറിയത്തിന്റെ ശബ്ദം അതിനകത്ത് കലർന്നുപോയി. നീ പോകാൻ ശ്രമിച്ചാൽ ഈ വീട് നിന്നെ വിട്ടയക്കില്ല. ആദിത്യൻ ടോർച്ച് പിടിച്ച് വാതിലിലേക്ക് ഓടി. പക്ഷെ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് അകത്ത് നിന്ന് പൂട്ടപ്പെട്ടു. വാതിലിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നു, ഇവിടെ വന്നവർ ആരും പുറത്തേക്ക് പോയിട്ടില്ല. അവൻ നടുങ്ങി. ആ മുഴുവൻ വീടും കറുത്ത നിഴലുകളിൽ മുങ്ങിയിരുന്നു. ജനലിലൂടെ നോക്കിയപ്പോൾ പുറത്ത് മഴ പെയ്യുന്നത് നിർത്തിയിരുന്നു. പക്ഷേ മറിയം ഇപ്പോഴും അവിടെ തന്നെ നിന്നു. ഇപ്പോൾ അവളുടെ കണ്ണുകൾ കറുത്ത കുഴി പോലെ ഇരുണ്ടിരുന്നു. പെട്ടെന്ന് മുകളിലെ മുറിയിൽ നിന്നൊരു ശബ്ദം. അവൻ മന്ദഗതിയിൽ പടികൾ കയറി. മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അവിടെ ഒരു പഴയ ഫോട്ടോ ആൽബം മേശപ്പുറത്ത് തുറന്നു കിടക്കുന്നു. ആദ്യ ഫോട്ടോയിൽ ഒരു കുടുംബം, ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒപ്പം ഒരു കുഞ്ഞ്. പക്ഷെ പിന്നിലെ പേജിൽ അതേ ഫോട്ടോയുടെ മറുപടി രൂപം. അവിടെ പുരുഷന്റെ മുഖമില്ലായിരുന്നു. അതിന്റെ ഇടത്ത് ആദിത്യന്റെ മുഖമായിരുന്നു. നമ്പരെന്ന് ആൽബം താഴെയിട്ടു. താഴേക്ക് നോക്കിയപ്പോൾ നിലത്ത് മറിയത്തിന്റെ ചുവന്ന ഷോൾ കിടക്കുന്നു. അതിന്റെ കീഴിൽ മറിയം എഴുതിയ മറ്റൊരു കത്ത്. അടുത്തത് നിനക്കാണ്. 15 ഒക്ടോബർ അർദ്ധരാത്രി.